ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് ബീഫൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്ന് ബീഫ് ഫ്രൈ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. സാദാ ബീഫിലേക്ക് നമുക്ക് ഉപ്പും മുളകും മഞ്ഞളും പിന്നെ ഒക്കെ ഇട്ടിട്ട് വറുത്തെടുക്കാം. ആ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വറുത്തെടുത്ത ബീഫിലേക്ക് പിന്നെ നമ്മുടെ കോൺഫ്ലവർ ഉണ്ടല്ലോ, അത് ഉപ്പും മുളകും മഞ്ഞളും കൂടി യോജിപ്പിച്ചിട്ട് ഞാനൊരു പാത്രത്തിൽ പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ഈ വറുത്ത ബീഫ് ഇട്ടിട്ട് അതും കൂടി കൂട്ടിയിട്ട് യോജിപ്പിച്ചിട്ട് കുറച്ച് നേരം വെക്കണം. ഇനി നമ്മൾ ആ വറുത്തെടുത്ത വെളിച്ചെണ്ണ ഉണ്ടാവുമല്ലോ, അതിലേക്ക് തന്നെ ഈ കോൺഫ്ലവർ കൂട്ടിയിട്ടുള്ള ബീഫ് നമുക്ക് വീണ്ടും വറുത്തെടുക്കാം. തീ നല്ല ഫുള്ളിൽ തന്നെ വെച്ചോളൂ കേട്ടോ. എന്നിട്ട് നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ നല്ല മറിച്ചിട്ടതിൻ്റെ ശേഷം നമുക്ക് സിമ്മിലേക്ക് മാറ്റാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടതിൻ്റെ ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പം ബീഫൊക്കെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ ബീഫിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഒരു 5 മിനിറ്റൊക്കെ നമ്മൾ ഇതേമാതിരി ചെയ്യുമ്പോഴേക്കും അതിലേക്ക് ആ പച്ചമുളകിൻ്റെയും കറിവേപ്പിലേൻ്റെയും ഒക്കെ ടേസ്റ്റ് വന്നിട്ടുണ്ടാവും ബീഫിലേക്ക് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് പിന്നെ ഫ്രൈ ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ബൈ, താങ്ക് യു.